സഹോദരി സഹോദരന്മാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രോമോ വീഡിയോ കണ്ട് മോശയും ഇസ്രായേൽ മക്കളും സഞ്ചരിച്ച പാതകൾ കാണുവാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നറിയിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ മറ്റു ചിലർ ചോദിക്കുകയുണ്ടായി, യഥാർത്ഥ സ്ഥലങ്ങളാണോ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്ന്. അതെ, എല്ലാവിധ തെളിവുകളും ഇന്നും അവശേഷിക്കുന്നു. മോശയും ഇസ്രായേൽ മക്കളും സഞ്ചരിച്ച ചരിത്രം അവശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈ പരമ്പരയിലൂടെ നിങ്ങളെ കാണിച്ചു തരുവാൻ പോകുന്നത്. അതിനു മുൻപായി എന്നോടൊപ്പം ഈ പരമ്പരയിലുള്ളവരെയും പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സുഷ്ലിൻ, ഞാൻ കാതറിൻ, ഞാൻ ആൽബിന, ഞാൻ ആൻസൺ, ഞാൻ ഫേബ, ഞാൻ അലീന, ഇത് ഷേർഗൻഡി. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നമുക്ക് ആവശ്യമായ ഫോട്ടോസും വീഡിയോസും പകർത്തിയത് ആൻഡിയാണ്. ഇനി നമുക്ക് മോശയുടെ കഥയിലേക്ക് പോവാം. മോശയുടെ ജനനം മുതൽ ഈജിപ്തിൽ ഫറവോന്റെ വളർത്തുപുത്രനായി കൊട്ടാരത്തിലേക്കുള്ള രാജകീയ വളർച്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമവേല ചെയ്തിരുന്ന കാലത്തായിരുന്നു മോശയുടെ ജനനം. രാജ്യത്ത് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നദിയിലിട്ട് കളയണമെന്ന കഠിനമായ രാജകൽപ്പനയെ തുടർന്ന് മോശയുടെ മാതാപിതാക്കൾ ഞാങ്ങണ കൊണ്ടൊരു ചെറിയ പെട്ടകമുണ്ടാക്കി കുഞ്ഞിനെ അതിൽ കിടത്തി നദിയിൽ ഞാങ്ങണയുടെ ഇടയിൽ ഒളിച്ചു വെച്ചു. അവിടേക്ക് വന്ന ഫറവോന്റെ പുത്രി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ സുന്ദരനായ ഒരു ശിശുവിനെ കണ്ട് അനുകമ്പ തോന്നി. അതിനെ ദത്തെടുത്ത് സ്വന്തം പുത്രനായി വളർത്തി. ഫറവോന്റെ ദത്തുപുത്രനായി രാജകീയ സൈനിക പരിശീലനവും വിദ്യാഭ്യാസവും ലഭിച്ചവനായി 40 വർഷക്കാലം കൊട്ടാരത്തിൽ ജീവിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് മോശ സൗദി അറേബ്യയിലെ മിഡ്യാൻ എന്ന ദേശത്ത് എത്തപ്പെടുന്നത്? ഒരിക്കൽ മോശ തന്റെ എബ്രായ സഹോദരന്മാരുടെ ഭാരമുള്ള വേലകൾ കണ്ട് മനസ്സ് വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഈജിപ്ഷ്യൻ എബ്രായ സഹോദരനെ ഉപദ്രവിക്കുന്നത് കണ്ടു. മറ്റാരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ മോശ ആ ഈജിപ്ഷ്യനെ കൊന്ന് മണലിൽ തന്നെ മറവ് ചെയ്തു. പിറ്റേ ദിവസം മോശ അതുവഴി ചെന്നപ്പോൾ 2 എബ്രായ സഹോദരങ്ങൾ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ടു. മോശ അവരുടെ അരികിൽ ചെന്നു അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ ഒരാൾ, നിന്നെ ആരാണ് ഞങ്ങൾക്ക് അധികാരിയാക്കിയത്? ഇന്നലെ ഒരു മിസ്രൈമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുകയാണോ? കാര്യങ്ങളെല്ലാം പുറത്തായി. രാജാവും അറിഞ്ഞു. തന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നു എന്നറിഞ്ഞ മോശ മിദ്യാനിലേക്ക് ഓടിപ്പോയി. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ഇതേ ദേശത്താണ് വിശുദ്ധ വേദപുസ്തകത്തിലെ 2-ാം പുസ്തകമായ പുറപ്പാടിൽ നാം വായിച്ചു കേൾക്കുന്ന മിക്ക സ്ഥലങ്ങളും കാണപ്പെടുന്നത്. മോശെ ഈജിപ്തിൽ നിന്നും രാജാവിനെ ഭയന്ന് ഓടിപ്പോയ സൗദി അറേബ്യയിലെ മിദ്യാൻ ദേശം നേരിൽ പോയി കണ്ട ആൻഡിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. വടക്കൻ അറേബ്യയിലെ വലിയൊരു ഭൂപ്രദേശമാണ് മിദ്യാൻ. അതായത് സൗദി അറേബ്യയിലെ തബൂക്ക് മേഖലയിൽ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ദേശം. ഞങ്ങൾ താമസിച്ചിരുന്നത് ദമാം എന്ന സ്ഥലത്തായിരുന്നു. ഈ തബൂക്ക് എന്ന ദേശത്തെത്തുവാൻ ഏതാണ്ട് 1752 കിലോമീറ്റർ സഞ്ചരിക്കണമായിരുന്നു. അതിനാൽ ഞങ്ങൾ സക്കാക്ക എന്ന സ്ഥലത്ത് ആദ്യം എത്തുകയും അവിടെ നിന്ന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ജോഫിന്റെ കുടുംബവുമായി 460 കിലോമീറ്റർ ദൂരം റോഡ് മാർഗം തബൂക്ക് എന്ന ദേശത്ത് എത്തിച്ചേർന്നു. അടുത്ത ദിവസം അതിരാവിലെ ഞങ്ങൾ മിഡ്യാനിലേക്ക് യാത്ര തിരിച്ചു. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം മിഡ്യാൻ ദേശമാണ്. നല്ല മരുഭൂമിയാണ്. ഈ മിഡ്യാനിലേക്കാണ് മോശ ഒരു ഈജിപ്ഷ്യനെ കൊന്നിട്ട് ഓടിപ്പോയി താമസിച്ചത്. ഈജിപ്തിൽ നിന്നും 700 മൈൽ ദൂരം സഞ്ചരിച്ച് മിദ്യാനിൽ എത്തിയ മോശയുടെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് കേൾക്കുവാനും കാണുവാനും ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത്.